Dear students, welcome to EC Math Online Learning Academy. I am Babu. In your fifth semester in complex analysis first, you studied about the analytic functions, complex integrations. In complex integration, the main topics were Cauchy's integral theorem, Cauchy's integral formula, Cauchy's general integral formula, etc. Through this section, we start complex analysis second for the sixth semester BSc Mathematics main students. Complex analysis second is a continuation of complex analysis first. The main topics to be discussed here are series representation of analytic functions, residue theory and conformal mapping. Series representation of analytic functions, residue theory and conformal mapping. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഫോർ അനലിറ്റിക് ഫംഗ്ഷൻസ് ആണ്. പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഫോർ അനലിറ്റിക് ഫംഗ്ഷൻസ്. അവിടെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് സീരീസ് പഠിക്കുന്നുണ്ട്, അതായത് ടൈലേഴ്സ് സീരീസും ലോറൻസ് സീരീസ്. ടൈലേഴ്സ് സീരീസ് എന്ന് പറയുന്നത് പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് സിഗ്മ ജെ ഈക്വൽസ് 0 to infinity എ ജെ ഇൻറ്റു ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു ജെ, ഈ രൂപത്തിൽ വരുന്ന സീരീസിനെയാണ് പവർ സീരീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പവർ സീരീസ്, പവർ സീരീസ്. അവിടെ എ ജെ എന്ന് പറയുന്നത് എ ജെസ് ആർ ദി കോഎഫിഷ്യന്റ് ഓഫ് ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു ജെ. Z minus Z naught raised to J യുടെ കോഎഫിഷ്യൻസ് ആണ് എ ജെ എന്ന് പറയുന്നത്. എ ജെസ് ആർ ദി കോഎഫിഷ്യൻസ് ഓഫ് Z minus Z naught raised to A. അപ്പോൾ സിഗ്മ ജെ ഈക്വൽസ് 0 to infinity എ ജെ ഇൻറ്റു Z minus Z naught raised to J എന്ന രൂപത്തിൽ വരുന്ന സീരീസ് ആണ് ടൈലർ സീരീസ് ആയിട്ട് വരുന്നത്. ടൈലർ സീരീസ്. ഇങ്ങനെ ഒരു സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്, അത് എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുന്നത്, ഇക്കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുന്നത്, എപ്പോഴാണ് ഇത് ഡൈവേർജ് ചെയ്യുന്നത്. അതേപോലെ ലോറൻസ് സീരീസ് ആകുമ്പോൾ അവിടെ നെഗറ്റീവ് പവേഴ്സോടെ വരും. അതായത് സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ ജെ ഇൻറ്റു ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു ജെ, അതാണ് ലോറൻസ് സീരീസ് ആയിട്ട് വരുന്നത്. ലോറൻസ് സീരീസ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നെഗറ്റീവ് പവേഴ്സ് വരും. അതായത് എ മൈനസ് 2 ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു -2 പ്ലസ് എ മൈനസ് 1 ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു -1 പ്ലസ് എ നോട്ട് പ്ലസ് A1 ഇൻറ്റു ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു 1 പ്ലസ് എക്സെട്ര. അതാണ് ലോറൻസ് സീരീസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ലോറൻസ് സീരീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെഗറ്റീവ് പവേഴ്സ് ഉള്ള ടേംസ് കൂടെ അവിടെ ഇൻക്ലൂഡ് ആയിരിക്കും. അതായത് ലോറൻസ് സീരീസ് നെഗറ്റീവ് പവേഴ്സ് ഉള്ള ടേംസും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പവേഴ്സ് മാത്രമുള്ള, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻഡ് പോസിറ്റീവ് പവേഴ്സ് മാത്രമുള്ള ടേംസ് ആണ് നമുക്ക് ടൈലർ സീരീസ് വരുന്നത്. ലോറൻസ് സീരീസിൽ നെഗറ്റീവ് പവേഴ്സ് ഉള്ള ടേംസും കൂടെ കാണും. അങ്ങനെ നെഗറ്റീവ് പവേഴ്സ് ഉള്ള ടേംസിനകത്ത് വരുന്ന ഈ ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു -1, ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു -1ന്റെ കോഎഫിഷ്യന്റ് ആണ് റെസിഡ്യൂ ആയിട്ട് മാറുന്നത്. ഇപ്പം റെസിഡ്യൂ ഓഫ് ദി സീരീസ്, നമ്മളൊരു നെഗറ്റീവ് പവേഴ്സൂടെ ഒരു സീരീസിനകത്ത് വരുമ്പോഴാണ് അവിടെ റെസിഡ്യൂ വരുന്നത്. അത് നമ്മളെ സെക്കൻഡ് മൊഡ്യൂളാണ് റെസിഡ്യൂ. അപ്പോൾ നമ്മുടെ ഈ റെസിഡ്യൂ എന്ന് പറയുന്നത് ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു -1ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. ഇസഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു -1ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും റെസിഡ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ലോറൻസ് സീരീസും ടൈലർ സീരീസും നമ്മൾ അനലിറ്റിക് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സീരീസ് എന്താണെന്ന് നോക്കാം. സീരീസിന്റെ ഡെഫിനിഷനും അതുപോലെ സീരീസിന്റെ കൺവേർജൻസും സീരീസിന് കറസ്പോണ്ടിങ് ആയിരുന്ന പാർഷ്യൽ സം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണെന്ന് നോക്കാം. ഫിഫ്ത്ത് സെമസ്റ്ററിലെ കോംപ്ലക്സ് അനാലിസിൽ നമ്മൾ സീക്വൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സീക്വൻസ് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് വരുന്നത്, കൺവേർജന്റ് സീക്വൻസും ഡൈവേർജന്റ് സീക്വൻസും. കൺവേർജന്റ് സീക്വൻസ് ആൻഡ് ഡൈവേർജന്റ് സീക്വൻസ്. കൺവെർജന്റ് സീക്വൻസ് ആണെങ്കിൽ സീക്വൻസ് ഇസഡൻ ഈസ് കൺവെർജന്റ് ആണെങ്കിൽ, if sequence Zn is convergent, then there exists
Z naught in C such that the set of complex numbers such that limit n tends to infinity Zn equal to Z naught. ഒരു സീക്വൻസ് കൺവേർജന്റ് സീക്വൻസ് ആണെങ്കിൽ അവിടെ ആ സീക്വൻസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള കണ്ടീഷൻ എന്താണ്? ദെൻ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a positive number, positive integer or n such that mod Zn minus Z naught less than epsilon for all n greater than this particular positive integer. അതായത് ഒരു സീക്വൻസിനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ n നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ആ n മുകളിലോട്ടുള്ള എല്ലാ ടേംസിന്റെയും കേസിൽ മോഡ് Zn മൈനസ് Z naught ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ദാറ്റ് ഈസ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫിക്സ് an n such that or we can find an n such that mod Zn minus Z naught less than epsilon. അപ്പോഴാണ് ഒരു സീക്വൻസ് കൺവേർജന്റ് ആവുന്നത്. ഇങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സീക്വൻസ് കൺവേർജന്റ് അല്ല എങ്കിൽ അതിന് നമ്മൾ ഡൈവേർജന്റ് സീക്വൻസ് പറയും. If a sequence is not convergent, it is a divergent one. കൺവേർജന്റ് അല്ലെങ്കിൽ അത് ഡൈവേർജന്റ് ആയിരിക്കും. കൺവേർജന്റ് സീക്വൻസിന് എക്സാമ്പിളാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളതാണ് I/3 raised to n, I/3 raised to n, 1/2 plus I raised to n, 1/2 plus I raised to n, etc. ഇതെല്ലാം കൺവേർജന്റിന്റെ എക്സാമ്പിൾ ആണ്. കൺവേർജന്റ് സീക്വൻസ്. ഡൈവേർജന്റ് എക്സാമ്പിൾ അതുപോലെ നമുക്ക് I raised to n സീക്വൻസ് I raised to n. I raised to n എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നില്ല. I raised to n കറസ്പോണ്ടിങ് ആയിട്ട് അതിനകത്ത് വരാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1i -1 -a ആണ്. അപ്പോൾ Z1 എന്ന് പറയുന്നത് i ആയിരിക്കും. Z2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. Z3 എന്ന് പറയുന്നത് -i ആയിരിക്കും. Z4 എന്ന് പറയുന്നത് +1 ആയിരിക്കും. Z5 വീണ്ടും i ആവും. അങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് I raised to n, 1 + 2i raised to n. ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് ഡൈവേർജന്റ് സീക്വൻസസ്. ഇതെല്ലാം ഡൈവേർജന്റ് സീക്വൻസസിന് എക്സാമ്പിൾ. അപ്പോൾ സീക്വൻസിന് നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ സീക്വൻസ് എടുക്കുന്നത്. കൺവേർജന്റ് സീക്വൻസ് ആൻഡ് ഡൈവേർജന്റ് സീക്വൻസ്. ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ ആ സീക്വൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് ആയിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ അവിടെ എക്സിസ്റ്റ് ചെയ്യും. കോംപ്ലക്സ് സീക്വൻസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ. സീക്വൻസ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ലിമിറ്റ് ആയിട്ട് അവിടെ റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. കൺവേർജ് ചെയ്യാത്ത സീക്വൻസ് ഡൈവേർജന്റ് സീക്വൻസ് ആയിരിക്കും. കൺവേർജ് ചെയ്യാത്ത സീക്വൻസ് ഡൈവേർജന്റ് സീക്വൻസ് ആയിരിക്കും. ഈ സീക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സീരീസ് പഠിക്കുന്നത്. അല്ലെങ്കിൽ സീരീസിലേക്ക് വരുമ്പോഴും അതിൻ്റെ സീരീസ് കൺവർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും സീക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് സീക്വൻസ് സീരീസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സീരീസ് എന്ന് പറയുന്നത് എ സീരീസ് is a formal sum C0 plus C1 plus C2 plus etc plus Cj plus etc. അതാണ് സീരീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഷോർട്ട് ആയിട്ട് തന്നെ സിഗ്മ j equals 0 to infinity Cj എന്ന് എഴുതും. j equals 0 to infinity Cj. അതാണ് ഒരു സീക്വൻസിനെ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സീക്വൻസിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. C0 plus C1 plus C2 plus etc plus Cj plus etc. അതൊരു ആ ഇൻഫിനിറ്റ് സമ്മിനെയാണ് നമ്മൾ സീരീസ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് സീരീസ് എന്നും പറയും, സീരീസ് എന്നും പറയും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ഫസ്റ്റ് n+1 ടേംസിന്റെ സം അതിനെ നമ്മൾ Sn എന്ന് ഡിനോട്ട് ചെയ്യും. Sn is equal to C0 plus C1 plus etc plus Cn is known as partial sum. അതിനെ പാർഷ്യൽ സം എന്നുള്ള പേരിൽ അറിയപ്പെടും. പാർഷ്യൽ സം എന്നുള്ള പേരിൽ അറിയപ്പെടും.
അപ്പോൾ അങ്ങനെ ഒരു പാർഷ്യൽ സം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സി നോട്ട് എസ് നോട്ട് എന്ന് പറയുന്നത് സി നോട്ട് ആയിരിക്കും, എസ് വൺ എന്ന് പറയുന്നത് സി വൺ ആയിരിക്കും, എസ് ടു എന്ന് പറയുന്നത് സി ടു എക്സെട്ര. എസ് എൻ ആകുമ്പോഴാണ് എസ് എൻ ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽസ് 0 to n സി ജെ. സിഗ്മ ജെ ഈക്വൽസ് 0 to n സി ജെ, അതാണ് എസ് എൻ ആയിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു സീക്വൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ വി ഹാവ് എ സീക്വൻസ് എസ് എൻ ഈക്വൽസ് 0 to infinity is a sequence, is known as the sequence of partial sum. പാർഷ്യൽ സമ്മിന്റെ സീക്വൻസ് ആയിട്ടാണ് അതിനെ അറിയപ്പെടുന്നത്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയുന്നത് അപ്പോൾ സീക്വൻസ് ആയി മാറിക്കഴിഞ്ഞ് സീരീസിനെ നമ്മൾ സീക്വൻസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് അപ്പോൾ സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ we say that if Sn converges, if the sequence Sn converges to a point S, then we can say that the series is convergent. The series is convergent. If sequence Sn converges to S, we say that the series is convergent. Series is കൺവർജൻറ്റ്. അപ്പോൾ സീരീസിനെ നമ്മൾ കൺവർജൻറ്റ് സീരീസ് എന്നും ഡൈവർജൻറ്റ് സീരീസ് എന്നും തിരിക്കും. കൺവർജൻറ്റ് സീരീസ് ആൻഡ് ഡൈവർജൻറ്റ് സീരീസ്. ഇപ്പോൾ ഒരു സീരീസ് കൺവർജൻറ്റ് സീരീസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ്, പാർഷ്യൽ സമ്മായിട്ട് വരുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. എസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി എസ് എൻ ഈക്വൽ ടു സിഗ്മ j equals 0 to infinity Cj. J equals 0 to infinity Cj. Example हो गए. Sigma j equals 0 to infinity 1 by j plus 1 minus 1 by j plus 2. ഇത് റിയൽ സീക്വൻസ് ആണ്. ഇതിന് നമ്മൾ ജെയ്ക്ക് വാല്യൂ കൊടുക്കുന്നതനുസരിച്ചിട്ട് here we get Sn is equal to sigma j equals 0 to n 1 by j plus 1 minus 1 by j plus 2 which is equal to j equal to 0 കൊടുക്കുമ്പോൾ 1 minus 1 by 2 plus 1 by 2 minus 1 by 3 plus etc plus j is equal to n ആകുമ്പോൾ 1 by n plus 1 minus 1 by n plus 2. ഇവിടെ -2 plus 2 -3 plus 3 എക്സെട്ര മൈനസ് n plus n plus 1 plus n plus 1 വരെ ക്യാൻസൽ ആവും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ we get Sn is equal to 1 minus 1 by n plus 2. Sn is equal to limit n tends to infinity 1 minus 1 by n plus 2 which is equal to 1. n tends infinity 1 by n plus 2 0 ആവും. n tends infinity 1 എന്ന് പറയുന്നത് ലിമിറ്റ് n tends infinity 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 1 തന്നെയായിരിക്കും. സോ വി ഗെറ്റ് 1. സോ ദ സം ഓഫ് ദി സീക്വൻസ് j equals 0 to infinity 1 by j plus 1 minus 1 by j plus 2 എന്ന് പറയുന്ന 1 ആയിരിക്കും. അതൊരു റിയൽ സീക്വൻസ് ആണ്. ഈ സീക്വൻസിനെ ടെലസ്കോപ്പിക് സീക്വൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. ടെലസ്കോപ്പിക് സീക്വൻസ്, അതായത് ഇത്തരത്തിലുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോകുന്ന സീക്വൻസിനെയാണ് ടെലസ്കോപ്പിക് സീക്വൻസ് എന്ന് പറയുന്നത്. ടെലസ്കോപ്പിക് സീക്വൻസ് അത് സമ്മിൻ്റെ കേസിലും പ്രോഡക്റ്റിൻ്റെ കേസിലും ഒക്കെ ഇത്തരത്തിൽ സീക്വൻസ് വരാറുണ്ട്. അതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ടെലസ്കോപ്പിക് സീക്വൻസ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എഴുതിയാണ്. ഒരു സീക്വൻസിൻ്റെ പാർഷ്യൽ സം എടുത്തിട്ട് ആ പാർഷ്യൽ സമ്മിൽ നിന്ന് നമ്മൾ അതിൻ്റെ ലിമിറ്റിലേക്ക് വരുന്നത് അതിൻ്റെ കൺവേർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു സീരീസിലെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സീരീസ് കൺവർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്ന് അനലൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എസ് എൻ എന്നുള്ള സീക്വൻസിനെ, അതായത് എസ് എൻ ഈസ് ഈക്വൽ ടു സി നോട്ട് പ്ലസ് സി വൺ പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ മൈനസ് 1 പ്ലസ് സി എൻ, അത് പാർഷ്യൽ സം സീരീസിൻ്റെ പാർഷ്യൽ സമ്മാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ എൻ ടേംസിൻ്റെ സമ്മിനെ, അതായത് സി നോട്ട് പ്ലസ് സി വൺ എക്സെട്ര സി എൻ മൈനസ് 1 വരെ ഉള്ളതിനെ നമുക്ക് എസ് എൻ മൈനസ് 1 എന്ന് എഴുതാം. അതിനെ നമുക്ക്
Sn minus 1 അങ്ങനെ എഴുതുമ്പോൾ Sn is equal to Sn minus 1 plus Cn എന്ന് കിട്ടും. Sn minus 1 plus Cn. So Cn is equal to Sn minus Sn minus 1. Cn is equal to Sn minus Sn minus 1. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n tends infinity Cn എന്ന് പറയുന്നത് ലിമിറ്റ് n tends infinity Sn minus Sn minus 1 ആയിരിക്കും. And if the sequence is convergent, then limit n tends infinity Sn is equal to limit n tends infinity Sn minus 1. Limit n tends infinity Sn is equal to limit n tends infinity Sn minus 1. Convergent ആണെങ്കിൽ n tends infinity Sn എന്ന് പറയുന്നതും ലിമിറ്റ് n tends infinity Sn minus 1 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. So the difference equal to 0. Difference equal to 0. Therefore, if a sequence is convergent, then limit n tends infinity Cn is equal to 0. Limit n tends infinity Cn is equal to 0. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ nth ടൈം 0യിലേക്ക് പോകും. nth ടൈം ടെൻസ് ടു 0 ആയിരിക്കും. as n tends to infinity. nth ടൈം ടെൻസ് ടു 0 as n tends to infinity. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ ഒരു സീക്വൻസ് എടുത്താൽ ആ സീക്വൻസ് കൺവേർജന്റ് സീക്വൻസ് ആണെങ്കിൽ Cn tends to 0 as n tends to infinity. Cn nth ടൈം ടെൻസ് ടു 0 as n tends to infinity. അത് ഇക്കാര്യങ്ങളെല്ലാം റിയൽ അനാലിസിസിൽ പഠിക്കുന്നതാണ്. അതിനെയെല്ലാം കോംപ്ലക്സ് അനാലിസിസിന്റെ ടേംസിലേക്ക് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ റിയൽ അനാലിസിസിൽ പഠിച്ചിട്ടുള്ള കമ്പാരിസൺ ടെസ്റ്റും അതുപോലെ റേഷ്യോ ടെസ്റ്റ് അങ്ങനെയുള്ള ടെസ്റ്റുകളും നമ്മൾ കോംപ്ലക്സ് അനാലിസിസിന്റെ സീക്വൻസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുൻപായിട്ട് നമ്മളിവിടെ ഒരു ലെമ്മ എഴുതുന്നുണ്ട്. അത് ജിയോമെട്രി സീരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു ജിയോമെട്രി സീരീസിന്റെ കൺവേർജൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊരു ലെമ്മ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ആ ലെമ്മ എന്താണെന്ന് നമുക്ക് നോക്കാം. ലെമ്മ പറയുന്നത് the series sigma j equals 0 to infinity c raised to j converges to 1 minus c if mod c less than 1. That is 1 plus c plus c square plus etc. is equal to 1 by 1 minus c. 1 by 1 minus c if mod c less than 1. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എഴുതാം and the series is divergent if mod c greater than or equal to 1. And the series is divergent if mod c greater than or equal to 1. അപ്പോൾ അതുകൂടെ അതിൻ്റെ കൂടെ നമുക്ക് ഇതൊരു പ്രോബ്ലം ആയിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അത് വർക്കൗട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ലെമ്മയുടെ പ്രൂഫിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സീരീസിനെ ജിയോമെട്രിക് സീരീസ് പറയും. ജിയോമെട്രിക് സീരീസ് പോളിനോമിയൽ ഫംഗ്ഷനകത്ത് നമ്മളൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. വി ഹാവ് 1 minus c raised to n plus 1 by 1 minus c is equal to 1 plus c plus etc. plus c raised to n. 1 plus c plus etc. plus c raised to n and c not equal to 1. Therefore, 1 by 1 minus c minus 1 plus c plus etc. plus c raised to n equal to c raised to n plus 1 by 1 minus c. c raised to n plus 1 by 1 minus c. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം നമ്മളിതിനെ നമ്മുടെ പോളിനോമിയൽ നമുക്കറിയാവുന്ന ഒരു പോളിനോമിയൽ എക്സ്പ്രഷൻ്റെ റിസൾട്ടാണിത്. ഇതിനെ സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറയും. 1 plus c plus etc. plus c raised to n നമ്മൾ 1 minus c raised to n plus 1 by 1 minus c എന്നുള്ളതിനെ സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്നുള്ള പേരിൽ അറിയപ്പെടും. അപ്പോൾ ആ പോളിനോമിയൽ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ കിട്ടിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡിനെ 1 by 1 minus c minus c raised to n plus 1 by 1 minus c എന്ന് എഴുതുന്നത്. ദാറ്റ് ഈസ് equal to 1 plus c plus etc. plus c raised to n. So 1 by 1 minus c minus of 1 plus c plus etc. plus c raised to n is equal to c raised to n plus 1 by 1 minus c. Now c raised to n plus 1 by 1 minus c. If mod c less than 1, then c raised to n plus 1 tends to 0. c raised to n plus 1 tends to 0 as n tends to infinity. അതാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ. If mod c less than 1, then c raised to n plus 1 tends to 0 as n tends to infinity. As n tends to infinity.
മോഡ് സി ലെസ് ദാൻ 1 ആകുമ്പോൾ മോഡ് സി റേസ് ടു എൻ പ്ലസ് 1 ടെൻസ് 0 ആവും. മോഡ് സി റേസ് ടു എൻ പ്ലസ് 1 ടെൻസ് 0 ആണെന്നുണ്ടെങ്കിൽ സി റേസ് ടു എൻ പ്ലസ് 1 ടെൻസ് 0 ആയേ പറ്റത്തുള്ളൂ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ടെൻസ് 0 എന്ന് പറഞ്ഞതിന്റെ മീനിങ് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ്ലി ടെൻസ് ടു 0 ആവും. സെപ്പറേറ്റ്ലി ടെൻസ് ടു 0 ആവും. അങ്ങനെ വരുമ്പോൾ മോഡ് സി ലെസ് ദാൻ 1 implies mod c raised to n plus 1 tends to 0. That implies c raised to n plus 1 tends to 0 as n tends to infinity. As n tends to infinity. Thus we get what? So we get the right side tends to 0 means, so as n tends to infinity, 1 minus 1 by c is equal to 1 plus c plus etc. plus c raised to j plus etc. That is sigma j equals 0 to infinity, c raised to j is equal to 1 by 1 minus c if mod c less than 1. അതാണ് ലെമ്മയുടെ പ്രൂഫ്. ജിയോമെട്രിക് സീരീസ് എല്ലാം, റിയൽ ജിയോമെട്രിക് സീരീസ് എല്ലാം കൺവെർജൻ്റ് ആവുള്ള കണ്ടീഷൻ തന്നെയാണ് മോഡ് സി ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മോഡ് സി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അതിൻ്റെ പ്രോബ്ലം ആണെങ്കിലും മോഡ് സി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആകുമ്പോൾ we have Sn is equal to 1 plus c plus c square plus etc. plus c raised to n minus 1 plus c raised to n എന്ന് വരും. That is equal to Sn minus 1 plus c raised to n. Therefore c raised to n is equal to Sn minus 1. c raised to n is equal to Sn minus 1. അപ്പോൾ c raised to n is equal to Sn minus 1 ആണെങ്കിൽ ലിമിറ്റ് n tends to infinity, c raised to n is equal to ലിമിറ്റ് n tends to infinity Sn minus 1 ആയിരിക്കും. And if mod c greater than or equal to 1, then mod c raised to n not equal to 0 as n tends to infinity. Mod c raised to n not equal to 0 as n tends to infinity. Or mod c raised to n greater than 0 എന്നായിരിക്കും as n tends to infinity. That is c raised to n not equal to 0 as n tends to infinity. And which implies limit n tends to infinity Sn minus 1 not equal to 0. And that implies the series is divergent if mod c greater than or equal to 1. അപ്പോൾ മോഡ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ സീരീസ് ഡൈവർജൻ്റ് ആയിരിക്കും. അതുപോലെ മോഡ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. അതുപോലെ കൺവെർജ് ചെയ്യുന്ന പോയിന്റ് ആണ് 1 by 1 minus c എന്ന് പറയുന്നത്. 1 by 1 minus c. അതാണ് ജിയോമെട്രിക് സീരീസിന്റെ പ്രത്യേകത. അപ്പോൾ ഒരു ജിയോമെട്രിക് സീരീസ് കൺവെർജൻ്റ് ആവുള്ള കണ്ടീഷനാണ് മോഡ് സി ലെസ് ദാൻ 1. അതുപോലെ മോഡ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ സീരീസ് ഡൈവർജൻ്റ് ആയിരിക്കും. അടുത്ത ഡേയിൽ ലെമ്മയെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദി സം ഓഫ് ദി സീരീസ് സിഗ്മ j equals 0 to infinity I by 3 raised to j. I by 3 raised to j. I എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -1. അതുകൊണ്ട് നമ്മൾ സമ്മേഷനും ഇതുപോലുള്ള പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ജെയും കെയും അതുപോലുള്ള വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് സമ്മേഷനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ j equals 0 to infinity I by 3 raised to j. അതാണ് നമുക്കിവിടെ സം കണ്ടുപിടിക്കാനുള്ള സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിവിടെ നമ്മൾ ലെമ്മയുടെ കണ്ടീഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതായത് ഇവിടെ സി ഈസ് ഈക്വൽ ടു I by 3 ആണ്. മോഡ് സി എന്ന് പറയുന്നത് 1 by 3 ആയിരിക്കും. ആൻഡ് ലെസ് ദാൻ 1. മോഡ് സി ഈക്വൽ ടു 1 by 3. സോ ദ സീരീസ് ഈസ് കൺവെർജന്റ്. സീരീസ് ഈസ് കൺവെർജന്റ്. ആൻഡ് ലെമ്മ ഉപയോഗിക്കുകയാണെങ്കിൽ ലെമ്മയുടെ റിസൾട്ട് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ സീരീസ് കൺവെർജന്റ് ആണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് സോ എസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽസ് 0 to infinity I by 3 raised to j is equal to 1 by 1 minus c, that is equal to 1 by 1 minus c is I by 3. And 1 by 1 minus I by 3 നമുക്ക് ഒന്ന് റാഷണലൈസ് ചെയ്യാം.
ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ബൈ 3 ബൈ 1 പ്ലസ് 1 ബൈ 9. അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് 1 പ്ലസ് ഐ ബൈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ഐ ബൈ 3 ബൈ 1 മൈനസ് ഐ ബൈ 3 ഇൻറ്റു 1 plus I by 3. And so numerator becomes 1 plus I by 3, denominator becomes square of the real part plus square of the imaginary part. അപ്പോൾ ഇവിടെ 1 plus 1 by 9 വരും. 9 LC എടുക്കുമ്പോൾ we get 9 into 1 plus I by 3 by 10 or 9 plus 3I by 10. അതായത് അതിൻ്റെ കൺവേർജൻ S equal to 9 plus 3I by 10 ആയിരിക്കും. അപ്പോൾ ജിയോമെട്രി സീരീസ് ആണ്. ജിയോമെട്രി സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞത്. അതായത് ജിയോമെട്രി സീരീസിന്റെ കൺവേർജൻ ടെസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡ് സി ലെസ് ദാൻ 1 ആണോ നോക്കും. മോഡ് സി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഡൈവർജന്റ് ആയിരിക്കും. മോഡ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജന്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് വെച്ചിട്ടാണ് നമ്മൾ കൺവേർജന്റും ഡൈവർജന്റും ചെക്ക് ചെയ്യുന്നത്. ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയുന്ന കൺവേർജ് ചെയ്യും. കൺവേർജ് ടു ദ സം യെസ്. കൺവേർജ് ടു ദി സം യെസ്. അതുപോലെ തന്നെ ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ nth ടൈം ടെൻസ് ടു 0 ആയിരിക്കും. nth ടൈം ടെൻസ് ടു 0 ആയിരിക്കും. അപ്പോൾ nth ടൈം ടെൻസ് 0 അല്ലെങ്കിൽ ആ സീരീസ് കൺവേർജന്റ് ആവില്ല. nth ടൈം ടെൻസ് 0 അല്ലെങ്കിൽ സീരീസ് കൺവേർജന്റ് ആവില്ല. അതായത് സീരീസ് ഡൈവർജന്റ് ആയിരിക്കും. കൺവേർജന്റ് സീരീസ് ആണെങ്കിൽ nth ടൈം ടെൻസ് 0 ആയിരിക്കും. പക്ഷേ nth ടൈം ടെൻസ് 0 ആയെന്ന് വിചാരിച്ച് എന്താവണമെന്നില്ല, കൺവേർജന്റ് ആവണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ആ ലെമ്മയിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ജിയോമെട്രി സീരീസിന്റെ കേസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയത്. അതുപോലെ നമുക്ക് വീണ്ടും എക്സാമ്പിൾസ് എഴുതാം. ഇതിപ്പോൾ നമ്മൾ ഒരു കോംപ്ലക്സ് സീരീസ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇതേപോലുള്ള റിസൾട്ട് റിയൽ സീക്വൻസിനകത്ത് റിയൽ നമ്പേഴ്സിന്റെ കേസിൽ നിങ്ങൾ വളരെയധികം റിസൾട്ടുകൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു സീക്വൻസ് കൺവേർജന്റ് ആണോ എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് റിയൽ വാല്യൂഡ് സീക്വൻസ് റിയൽ നമ്പേഴ്സിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളൊക്കെ തന്നെ ഇവിടെ ഉപയോഗിക്കാം. അതായത് റേഷ്യോ ടെസ്റ്റ്, കമ്പാരിസൺ ടെസ്റ്റ്, ഈ തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമ്മളൊന്ന് ഇവിടെ ബ്രീഫ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. 5th സെമസ്റ്ററിലെ കോംപ്ലക്സ് അനാലിസിസ് ഫസ്റ്റിന്റെ കണ്ടിന്യൂഷൻ ആണ് 6th സെമസ്റ്ററിലെ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. 5th സെമസ്റ്ററിലെ കോംപ്ലക്സ് അനാലിസിസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ 6th സെമസ്റ്ററിൽ കോംപ്ലക്സ് അനാലിസിസ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് കോംപ്ലക്സ് അനാലിസിസ് 2 എളുപ്പത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 5th സെമസ്റ്ററിലെ കോംപ്ലക്സ് അനാലിസിസ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് അനാലിറ്റിക് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് റെസിഡ്യൂസിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊഡ്യൂളാണ് കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അത് ഇതുമായിട്ട് വലിയ ബന്ധമില്ലാത്ത, അതായത് നമുക്കുള്ള ഇവിടുത്തെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സീരീസ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് അനാലിറ്റിക് ഫംഗ്ഷൻസ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റെസിഡ്യൂസും. അതുമായിട്ട് വലിയ ബന്ധമില്ലാത്തൊരു ടോപ്പിക്കാണ് നമ്മുടെ കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അത് കോംപ്ലക്സ് അനാലിസിസ് ഫസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ട്. 1/z അങ്ങനെയുള്ള മാപ്പിങ്ങിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.